2025 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ വർഷമായിരിക്കുമോ? അങ്ങനെ ആവാനുള്ള ഏറെ സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മലയാളികൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷനിൽ ഒരു പുതിയ സിനിമ ഈ വർഷം റിലീസാകുന്നു എന്നുള്ളതാണ് ഏറെ ശുഭപ്രതീക്ഷ നൽകുന്ന മറ്റൊരു വസ്തുത. നമ്മുടെ മലയാള സിനിമയുടെ നെടും തൂണുകളെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മലയാള സിനിമയിലെ അഭിനയ കുലപതിമാരായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചഭിനയിക്കുന്ന ഒരു സിനിമ 2025 റിലീസാകുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും സവിശേഷതയുള്ള ഒരു വർഷമാക്കി മാറ്റുന്നത്. ഇവയെ കൂടാതെ വർഷങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന, ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ചില മലയാള സിനിമകൾ 2025 റിലീസാവുന്നുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ ചില ബ്രഹ്മാണ്ഡ സിനിമകൾ 2025 റിലീസ് തീയതി മാറ്റിവെച്ചിരിക്കുന്നത്. ചില സൂപ്പർ ഹിറ്റ് മലയാള സിനിമയുടെ രണ്ടാം ഭാഗം ഈ വർഷം റിലീസാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. മലയാള സിനിമയിൽ ഏറ്റവും വലിയ മുടക്കുമുതലിൽ നിർമ്മിക്കുന്ന സിനിമയും 2025 തന്നെയാണ് റിലീസാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു ശുഭസൂചന. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2025 മലയാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ മലയാള സിനിമാ വ്യവസായത്തെ ഏറെ അധികം ഉന്നതിയിലേക്ക് നയിക്കാൻ പോകുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ പ്രവചിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വർഷം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി സിനിമകൾ റിലീസാവുന്നുണ്ട്. അത്തരം സിനിമകളെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദ മോസ്റ്റ് അവൈറ്റഡ് മലയാളം മൂവീസിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. സോ ഒട്ടും സമയം വൈകാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ. നമ്പർ 5, ബസൂക്ക. 2023 തൊട്ടേ നമ്മൾ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ബസൂക്ക. ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റിന് ശേഷം ചിത്രീകരിച്ച മറ്റ് മമ്മൂട്ടി ചിത്രങ്ങൾ റിലീസായെങ്കിലും ബസൂക്കയുടെ റിലീസ് പല തവണയായി നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലെ അറിയിപ്പനുസരിച്ച് മമ്മൂട്ടി നായകനായ ബസൂക്ക വരുന്ന വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 10 റിലീസാവും. നിരവധി സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച ഡെന്നീസ് ജോസഫിൻ്റെ മകനായ ഡിനു ഡെന്നീസ് ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക. മമ്മൂട്ടിയെ കൂടാതെ ഈ ചിത്രത്തിൽ ഗൗതം വാസുദേവ് മേനോൻ, ബാബു ആന്റണി, നിത്യ പിള്ള തുടങ്ങിയവർ അഭിനയിക്കുന്നുണ്ട്. നമ്പർ 4, തുടരും. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച താരജോഡികളെന്ന് ഭൂരിഭാഗം മലയാളികളും വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ, ശോഭന വർഷങ്ങൾക്ക് ശേഷം നായകനായകന്മാരായെത്തുന്ന സിനിമയാണ് തുടരും. അമൽ നീരദ് സംവിധാനം ചെയ്ത സാഗർ ഇലിയാസ് ജാക്കി എന്ന ചിത്രത്തിലാണ് ഇരുവരും ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. സൗദി വെള്ളക്കയിലൂടെ ശ്രദ്ധേയനായ തരുൺ മൂർത്തിയാണ് തുടരും എന്ന ഈ മോഹൻലാൽ ശോഭന ചിത്രം സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിലൂടെ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. തുടരുമെന്ന ഈ ചിത്രം ഈ വർഷം ജനുവരി 21 റിലീസ് ചെയ്യുക എന്നാണ് മുൻപ് പ്രഖ്യാപിച്ചെങ്കിലും ഈ സിനിമയുടെ റിലീസ് ഫെബ്രുവരി അവസാനമാകുമ്പോഴേ ഉണ്ടാകൂ എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്പർ 3, ഹൃദയപൂർവ്വം. മോഹൻലാലിൻ്റെ നിരവധി ജനപ്രിയ ചിത്രങ്ങളുടെ സംവിധായകനായ സത്യൻ അന്തിക്കാട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. മലയാളി പ്രേക്ഷകർക്ക് എന്നും എപ്പോഴും ഓർത്തു വയ്ക്കാനുള്ള നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ മോഹൻലാൽ, സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ ഏറ്റവും ഒടുവിൽ റിലീസായ ചിത്രം മഞ്ജു വാര്യർ നായികയായിട്ട് അഭിനയിച്ച എന്നും എപ്പോഴും എന്ന സിനിമയാണ്. ഹൃദയപൂർവ്വം എന്ന ഈ സത്യൻ അന്തിക്കാട് ചിത്രത്തിൽ ലാലേട്ടൻ്റെ നായികയാവുന്നത് ബോളിവുഡ് സിനിമകളിൽ വരെ നായികയായിട്ട് അഭിനയിച്ച മലയാളി നടി മാളവിക മോഹനനാണ്. ഹൃദയപൂർവ്വം എന്ന ഈ മോഹൻലാൽ ചിത്രം ഓണത്തോടനുബന്ധിച്ചായിരിക്കും റിലീസാവുക എന്നാണ് വാർത്തകൾ വരുന്നത്. നമ്പർ 2, എമ്പുരാൻ. മലയാള സിനിമയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയെന്ന ഖ്യാതി നേടിയ എമ്പുരാൻ ലോക മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത്
100 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് L2 എമ്പുരാൻ. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, സാനിയ അയ്യപ്പൻ തുടങ്ങി വമ്പൻ താരനിരയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. എമ്പുരാൻ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം റിലീസാവുന്നത് മാർച്ച് 27-നാണ്. നമ്പർ 1 MMMN. മലയാള സിനിമയുടെ എക്കാലത്തെ മികച്ച നടന്മാരെന്നും എവർഗ്രീൻ സൂപ്പർ താരങ്ങളെന്നും വിശേഷിപ്പിക്കാവുന്ന മമ്മൂട്ടിയും മോഹൻലാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ചഭിനയിക്കുന്ന ചിത്രമാണ് ഇത്. ശ്രീലങ്ക പ്രധാന ലൊക്കേഷനായി 100-ലധികം ദിവസങ്ങളിൽ വിവിധ ഷെഡ്യൂളുകളിൽ ചിത്രീകരിക്കുന്ന ഈ ചിത്രത്തിന് മമ്മൂട്ടി 100 ദിവസത്തെ ഡേറ്റാണ് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും മാറ്റുരയ്ക്കുന്ന ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി തുടങ്ങി വമ്പൻ താരനിര തന്നെയുണ്ട്. നയൻതാര നായികയായി അഭിനയിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ 2025 റിലീസാവുന്ന ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന മലയാള സിനിമയാണ് ഈ മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ ചിത്രം. അപ്പോൾ ഇതൊക്കെയാണ് 2025 റിലീസാകുമെന്ന് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് മലയാള മൂവീസ്. ഈ സിനിമകളിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു സിനിമ മോസ്റ്റ് അവൈറ്റഡ് മൂവീസ് ആയിട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.